നേതൃത്വം പറഞ്ഞതനുസരിച്ച് ഞാൻ തുളസിമാലയുമായി PC ജോർജിനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോഴാണ് PC ജോർജിന്റെ പിറകിൽ, അതായത് ഈ ദല്ലാൽ നന്ദകുമാർ നിൽക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യം വന്നു, പരിചയപ്പെട്ടു, വ്യക്തിപരമായി രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ BJPയിൽ ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. ആ സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം എനിക്കറിയാമല്ലോ, ഞാൻ ഒരാൾ എന്നോട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ഇപ്പം എന്താ ആരോപണം? ദല്ലാളിൻ്റെ ആരോപണം എന്താണ്? ഏതെങ്കിലും ഒരു മാധ്യമ സുഹൃത്തിന് അന്വേഷിക്കാം, 10 ലക്ഷം രൂപ ഇദ്ദേഹം എനിക്ക് അഡ്വാൻസായി തരുന്നത് പൊതിഞ്ഞ പണം തരാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളത് ശോഭാ സുരേന്ദ്രൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണം. സാധാരണ ഒരാൾ അനധികൃതമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണെങ്കിൽ അതെങ്ങനെയാണ് വാങ്ങുക? അത് രഹസ്യമായിട്ടല്ലേ ആളുകൾ വാങ്ങുക? എൻ്റെ SBI ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എൻ്റെ 8 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ചികിത്സയ്ക്ക് മാത്രമല്ലല്ലോ, ഞാൻ 10-42 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് ചെലവുകളുണ്ട്. എനിക്കൊരു 8 സെന്റ് സ്ഥലം അവിടെ എനിക്ക് ആവശ്യമില്ല. ഞാനത് വിൽപ്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ 10 ലക്ഷം രൂപ തരികയും ആ സ്ഥലം ഉടൻ തന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്ത ആളാണ് ദല്ലാൽ നന്ദകുമാർ. അത് കഴിഞ്ഞ് 4 തവണ ഞാൻ ദല്ലാളിനെ വിളിച്ചു. 4 തവണ ദല്ലാളിനെ വിളിച്ചു. ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങണം. ദല്ലാൽ നന്ദകുമാർ എന്താ സ്ഥലം വാങ്ങാത്തത്? പിന്നെ ശോഭാ സുരേന്ദ്രന് ഈ ദല്ലാള് 10 ലക്ഷം രൂപ തന്നുവെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഈ നാണം കെട്ടവൻ 1 കൊല്ലമായിട്ട് കേസ് കൊടുക്കാത്തത്? കൊടുക്കണ്ടേ? ഈ നാണം കെട്ട നെറികെട്ട ആ അമ്മയെക്കുറിച്ച് ഞാൻ വൃത്തികേട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും സ്ത്രീകളെ അങ്ങേ ബഹുമാനിക്കുന്നതുകൊണ്ടും ഞാൻ പറയുകയാണ്, മിസ്റ്റർ ദല്ലാൽ നന്ദകുമാർ, നിങ്ങൾ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിമ്പായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, എനിക്കറിയും. അങ്ങനെ പലരുടെയും കൂടെ നിങ്ങൾ നടന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ ചെയ്യും. എന്നെ കാണാൻ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും വരും. എന്നാൽ ഈ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ പേര് പറയണോ? നാണം കെട്ടവൻ ദല്ലാൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയണം. പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകും. എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഹോട്ടലിൽ നടന്ന മീറ്റിംഗിൽ ദല്ലാൽ നന്ദകുമാറും ഞങ്ങളുടെ അറിയപ്പെടുന്ന ഒരു ലീഡറും ഒരുമിച്ചിരുന്ന് ദല്ലാളിനെ നാക്ക് പിഴച്ച്, ദല്ലാൾ കിടുകിടാ വിറച്ച് ദല്ലാളിനെ ഡൽഹിയിൽ നിന്ന് ആട്ടി ഓടിച്ചത് എന്തിനാണ്? ദല്ലാൾ മറുപടി പറയണം. ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറുടെ പേര് ഞാൻ പറയണോ? പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാൽ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ.